നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചൊവ്വാഴ്ച ഞങ്ങൾക്കൊരു മിറാക്കിളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കളി കളിച്ചാൽ തന്നെ വിജയിച്ച് കയറാവുന്നതേ ഉള്ളൂ. ഹൻസി ഫ്ലിക്ക് ആത്മവിശ്വാസത്തിലാണ്. ചൊവ്വാഴ്ച കളിക്കേണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം. ആദ്യ പാദം 2-0 പൊട്ടിയതാണ് ബാഴ്സ, അതും സ്വന്തം മൈതാനത്ത്. ഇനി എവേ മാച്ച് പോയിട്ട് ജയിച്ച് വരാൻ പറ്റും, അതിന് മിറക്കിൾ സംഭവിക്കേണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നാണ് ഫ്ലിക്ക് ഇപ്പോൾ പറയുന്നത്. എസ്പാനിയോളിനെ ലലീഗയിൽ 4-1 പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ട്രാവലിംഗ് ഫാൻസിന്, എവേ ഗെയിമിന് വരുന്ന ട്രാവലിംഗ് ഫാൻസിന് ചൊവ്വാഴ്ചയിലെ ഞങ്ങളുടെ കളി കണ്ട് അഭിമാനിക്കാനുള്ള വകയുണ്ടാകും. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കും. ഞങ്ങൾ പോസിറ്റീവ്ലിയാണ് കാര്യങ്ങളെ എടുക്കുന്നത്. ഒരു ബിഗ് ഗെയിമാണ് ട്യൂസ്ഡേ ഉള്ളത് എന്നറിയാം. പക്ഷേ സെമി ഫൈനലിലേക്ക് എത്താൻ വേണ്ടി മെയ് മറന്ന് പോരാടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ചൊവ്വാഴ്ച ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ഫൈറ്റ് നടത്താനാണ് എഗെയിൻസ്റ്റ് എ ഗ്രേറ്റ് ടീം. പക്ഷേ ആരാധകരോട് ഞാൻ പറയുന്നു, നമുക്ക് ഒരു മിറാക്കിളിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഗെയിം കളിച്ചാൽ മതി. തീർച്ചയായിട്ടും വെനസ്ഡേയിൽ ഞങ്ങൾ തന്നെയായിരുന്നു ബെറ്റർ ടീമായിരുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ചയും അത് തന്നെ സംഭവിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വി വിൽ ഫൈറ്റ് ഫോർ ദി ഫാൻസ് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലാണ് ഹൻസി ഫ്ലിക്ക്. പക്ഷേ അങ്ങ് മെട്രോപൊളിറ്റനോയിൽ തന്ത്രങ്ങൾ, ഒരുപക്ഷേ സിമിയോണിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുതന്ത്രങ്ങൾ തന്നെ ഒരുക്കും. ജയിച്ചാൽ മതി. 2 ഗോളിൻ്റെ ലീഡുണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. ഗോളിലേക്കുള്ള വഴിയങ്ങ് ഗേറ്റ് വെച്ച് അടക്കും സിമയോണി. ആ പൂട്ട് തുറക്കാൻ, ആ പൂട്ട് പൊളിക്കാൻ ഹൻസി ഫ്ലിക്കിൻ്റെ കയ്യിൽ എന്ത് താക്കോലാണുള്ളത്? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.